BJP പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ 9 പ്രതികൾ കുറ്റക്കാർ എന്നുള്ളതാണ്. 10ാം പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നു. നാഗത്താൻകോട്ട പ്രകാശിനെയാണ് തലശ്ശേരി സെഷൻസ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. അരുൺ പാറയ്ക്കൽ അല്പസമയത്തിനകം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരും. ഒരു പ്രതിയെ വെറുതെ വിട്ടിട്ടുണ്ട്, 10ാം പ്രതിയെ വെറുതെ വിട്ടിട്ടുണ്ട്. കണ്ണൂർ മുഴുപ്പിലങ്ങാട് BJP പ്രവർത്തകൻ എളമ്പിലായി സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് തലശ്ശേരി കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. CPM നേതാക്കളും പ്രവർത്തകരുമടക്കം 12 പേരാണ് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. അതിൽ 10ാം പ്രതിയെ ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് വിവരം. കോടതി വിധിയുടെ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. അരുൺ പൂപ്പറമ്പ് അല്പസമയത്തിനകം അതിൻ്റെ വിശദാംശങ്ങൾ നൽകും. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട TK രജീഷും ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, വിധിയുടെ വിവരങ്ങൾ അരുൺ. അറിയിച്ചിട്ട് മുഴപ്പിലങ്ങാട്ടെ സൂരജ് വധക്കേസിൽ ഇപ്പോൾ ആകെയുള്ള 10 പ്രതികളിൽ CPM പ്രവർത്തകരായിട്ടുള്ള 10 പ്രതികളിൽ 9 പ്രതികളും കുറ്റക്കാരാണെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. അതിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള PM മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണൻ, അതോടൊപ്പം തന്നെ TP കേസിലെ കുറ്റവാളിയായിട്ടുള്ള TK രജീഷ് ഉൾപ്പെടെ 9 പേരെയാണ് കേസിൽ പ്രതികളായി ഇപ്പോൾ കുറ്റക്കാരാണെന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ കുറ്റക്കാരാണെന്ന് കോടതി ഇപ്പോൾ വിധി പറഞ്ഞിട്ടുള്ളത്. 10ാം പ്രതിയെ കോടതി വെറുതെ വിട്ടിട്ടുണ്ട്. ആകെ കേസിൽ 12 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നേരത്തെ തന്നെ 1ാം പ്രതിയും കേസിലെ 12ാം പ്രതിയും ഈ സംഭവത്തിന് ശേഷം മരിച്ചിരുന്നു. TK രജീഷ് TP കേസിന്റെ ചോദ്യം ചെയ്യലിനിടെയാണ് TK രജീഷ് ഈ കേസിലും കൂടി കുറ്റവാളിയാണെന്ന് കുറ്റസമ്മത മൊഴി നൽകിയത്. മനോരാജ് നാരായണനും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന കുറ്റസമ്മത മൊഴിയുടെ ഭാഗമായിട്ടാണ് അവരെ 2 പേരെ കൂടി പ്രതി ചേർത്ത് പിന്നീട് അനുബന്ധ കുറ്റപത്രം ഉൾപ്പെടെ നൽകുകയും ചെയ്തത്. അങ്ങനെ ആദ്യ 5 പ്രതികൾ, അതായത് 1 മുതൽ 5 പ്രതികൾ 5 വരെയുള്ള പ്രതികളാണ് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കാളിയായി